എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സന്ധ്യയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ രാത്രി കഴിക്കാനുള്ള ഉപ്മാവ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതാ ഞാൻ ഗോതമ്പ് റവ ഉപ്മാവാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് ചോറ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗോതമ്പ് റവയാണേ. പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഗോതമ്പ് റവ അല്ല കേട്ടോ. കാരണം ഞാൻ സ്ഥിരം വാങ്ങണതിൽ നിന്ന് ഒത്തിരിയും കൂടി വലിപ്പമുള്ള തരിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴവും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്മാവിന് വേണ്ടിയിട്ട് ഇത് സബോള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ റവ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തു കേട്ടോ. പിന്നെ ഇത് കുക്കറിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടോ. ഞാൻ മുൻപും കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് അതൊന്നും ഓർത്തില്ല. പിന്നെ ഈ തരി വലിപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നി കുക്കറിൽ ഉണ്ടാക്കിയാൽ ഒന്നും കൂടി പെട്ടെന്ന് നന്നായി ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഉപ്മാവിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ ഒരു സിമ്പിൾ റെസിപ്പിയല്ലേ ഉപ്മാവ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അതുകൊണ്ടാട്ടോ ഒന്നും പറയാതിരുന്നത്. അപ്പം ഇന്ന് രാത്രിത്തെ ഞങ്ങളുടെ ഫുഡ് ഉപ്മാവും പഴം പുഴുങ്ങിയതൊക്കെയാണ്. അപ്പോൾ പിന്നെ രാത്രി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൊവ്വാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൻ്റെ കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ചെറിയ വീഡിയോ ആയി പോവില്ലേ, തീരെ ലെങ്ത്ത് കുറയില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ ഉപ്മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. പിന്നെ ലാസ്റ്റ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കും, അല്ലാത്തവർ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉപ്മാവാകുമ്പോൾ തേങ്ങ ഇട്ടാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തിങ്കളാഴ്ച രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ചൊവ്വാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ്. കാരണം നാളെ മോൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുക. അപ്പോൾ രാവിലെ അവൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പലഹാരവും കൊണ്ടുപോകും. അധിക ദിവസം പലഹാരമാണ് കൊണ്ടുപോവുക. പറ്റണ ദിവസം ഞാൻ ചോറിനെ കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ തിളപ്പിച്ച് വെച്ചാൽ രാവിലെ എണീറ്റ് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി എന്തെങ്കിലും മാത്രം മതി കേട്ടോ. അവൾക്ക് അങ്ങനെ ഒഴിച്ച് കയറി വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ എന്തായിരുന്നു രാത്രി കഴിക്കാനെന്നൊന്ന് കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ നല്ല വെയിലും ചൂടൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ചൊവ്വാഴ്ച രാവിലത്തെ വിശേഷമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റത് ചായ കുടിക്കുകയാണ് കേട്ടോ. സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. മോൾക്ക് 8:30ക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ മോര് കറി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു കറിയാണ് മോര് കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിക്ക് ഞാൻ ഇന്നലെ തന്നെ കൂർക്ക നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു ഉപ്പേരി കഷ്ണം എന്ന് പറഞ്ഞാൽ അത് കൂർക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ രാത്രി തന്നെ ഒക്കെ നേരെയാക്കി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരെയാക്കിയിട്ടൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ സബോളയും പച്ചമുളകും കൂടി കടുക് പൊട്ടിയതിന് ശേഷം സബോളയും പച്ചമുളകും വഴറ്റി അതിലേക്ക് കൂർക്കയിടുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചിലവർ ഇതിനെ വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം അങ്ങനെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൂർക്കയുടെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റും. ഞങ്ങൾ പൊതുവെ ഉപ്പേരികളിലൊന്നും വെളുത്തുള്ളി ഇടില്ല കേട്ടോ. സാധാ ഉള്ളിയാണ് മൂപ്പിച്ചിട്ട്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടി നന്നാവും. പിന്നെ നേരെയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളെന്നും സബോളയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞത് കുറച്ച് പാത്രങ്ങൾ കഴുകാനും അടുക്കള വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ദോശയാണ് കേട്ടോ. കുറച്ച് ദോശമാവുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും കൂടെ അതിനിടയിൽ കൂടെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ അവൾ പോകാറാകുമ്പോഴേക്കും ദോശ ഉണ്ടാക്കി കൊടുക്കണം. അവൾക്ക് 8:30യുടെ ബസ്സാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. തേങ്ങ ചിരകി ചട്നിയൊക്കെ അരച്ചു. പിന്നെ അതൊക്കെ കടുക് വറുത്തിട്ടതിന് ശേഷം ഞാൻ
ദോശച്ചട്ടിയൊക്കെ വെച്ച് ദോശ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് പോകണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വലിയ തിരക്കില്ല കേട്ടോ. മോൻ പോണ സമയത്താണെങ്കിൽ അവൻ 7 മണിക്ക് പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഒരു ധൃതിയാണ് കേട്ടോ. ഇപ്പോൾ മോൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഇനി അവന് ഒരു എക്സാം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഏട്ടനൊന്നും എവിടെയും പോകാനൊന്നുമില്ല കേട്ടോ, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ചട്നിയിൽ ഞാൻ അത്യാവശ്യം കറിവേപ്പില ഞാൻ എല്ലാത്തിലും ഇടും, ഉണ്ടാവുമ്പോൾ കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഒരുപാട് കറിവേപ്പില എൻ്റെ എല്ലാ വിഭവങ്ങളിലും കാണും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് കറിവേപ്പില. അപ്പോൾ കടുകൊക്കെ വറുത്തിട്ടു. പിന്നെ അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഉപ്പേരിയാണെങ്കിൽ ഇത് അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ വെളുത്തുള്ളിയൊന്നും ഇടാതെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കൂർക്കുപ്പേരിക്ക്. അപ്പോൾ ഇന്നോട്ട് മോൾക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു വിടണം കേട്ടോ. എല്ലാവരും ജൂൺ 1-ാം തീയതി 2-ാം തീയതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ബോക്സിൻ്റെയൊക്കെ വീഡിയോ ഇടാനായിട്ട്. ഞാൻ ഇന്ന് തൊട്ടാണ് കേട്ടോ, കാരണം അവൾക്ക് ഇന്ന് തൊട്ടാണ് വൈകുന്നേരം വരെ ക്ലാസ് തുടങ്ങുന്നത്, ഇന്ന് ചൊവ്വാഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അവൾക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കഴിക്കാൻ കൊണ്ടുപോകണ കൂട്ടത്തിലല്ല. ചോറാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയോ സോയാബീൻ ഫ്രൈയോ കോളിഫ്ലവർ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. അല്ലാണ്ട് വേണമെന്നൊന്നും ഇല്ല. പലഹാരമാണെന്ന് വെച്ചാൽ പലഹാരം എന്തെങ്കിലും കറിയൊക്കെ കൊടുത്തു വിടും. കൂടുതലും പലഹാരമാണ് അവൾക്കിഷ്ടം. അപ്പോൾ അവൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ അവൾക്കുള്ള ദോശയും കൂടെ ചുടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഇളക്കുന്നുണ്ട്. അപ്പോൾ ദോശയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. കാരണം അപ്പോൾ അതോടുകൂടി എൻ്റെ ദോശപ്പണി കഴിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കി ഞാൻ അവൾക്ക് കഴിക്കാനുള്ളത് കൊടുക്കുകയാണ് കേട്ടോ. ദോശയും ചട്നിയാണ്. പിന്നെ ഉള്ളിച്ചമ്മന്തി ഒന്നും അരച്ചില്ല കേട്ടോ. എല്ലാ ദിവസവും ഒന്നും അങ്ങനെ അരക്കില്ല. അധിക ദിവസവും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ ചമ്മന്തിയൊന്നും അരച്ചില്ല, ചട്നി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ലഞ്ച് ബോക്സൊക്കെ ശരിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ചോറും കുറുക്കുപ്പേരിയും കടുമാങ്ങയും മോരുകറിയാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.